ഇതൊക്കെ നമ്മുടെ UAE പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളാണ്. എന്താണെന്നറിയാം, ചപ്പാത്തി. അത് നമ്മളിത് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ കീറണം. ചപ്പാത്തി ഇച്ചിരി മോശമാണ്, അതുകൊണ്ട് കിട്ടാത്ത കേട്ടോ. ഇങ്ങനെ രണ്ടായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ റൗണ്ടിൽ ഇത് കിട്ടുന്നില്ല. കംപ്ലൈൻറ്റ് ചപ്പാത്തിയാണ്. അത് വെച്ചിട്ട് ചപ്പാത്തി ഇങ്ങനെ എടുക്കുക, ഒരു വക്ക് കീറിയിട്ട് ഇങ്ങനെ പൊളിച്ചെടുത്ത് ചൊള്ളച്ച ഭാഗമുണ്ടല്ലോ, അത് നമുക്ക് വേഗം പൊളിക്കാൻ കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ സൈഡ് ഇങ്ങനെ കീറി 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 ഇതും പോരാ, ഇതും അധികം ചൊള്ളച്ചില്ല, ഇതും പോരാ, ശരിയായില്ല. ഇത് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നല്ല ചപ്പാത്തി ആയിരിക്കണം, നല്ല എന്താ പറയുക, നല്ലപോലെ ചുളച്ച ചപ്പാത്തിയാണെങ്കിൽ ഓക്കെയാണ്. ഇതിപ്പോൾ പഴത്തിൻ്റെ ഒരു കഷ്ണം നമ്മളിങ്ങനെ എടുക്കുന്നു, എന്നിട്ട് ഇതിലിങ്ങനെ വെക്കുന്നു, ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നു. റൗണ്ട് ചെയ്തിട്ട് നമ്മൾ വളരെ നല്ല ടൈറ്റായിട്ട് നല്ലപോലെ റൗണ്ട് ചെയ്ത് റോൾ ചെയ്ത് ഇവിടെ ഇങ്ങനെ മടക്കി ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് നല്ലപോലെ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടെന്ന് താഴെ നമ്മൾ ബൈറ്റ് ചെയ്യുമ്പോൾ താഴോട്ട് പോകില്ല. ഓക്കെ, ടൈറ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഒരു കൈ ഇങ്ങനെ പിടിക്കണം, എന്നിട്ട് സ്മെല്ലാക്കണം. നല്ല ടേസ്റ്റാ, ചപ്പാത്തിയും പഴവും കിടുമാസ്. ഐസ് ഇപ്പം നമ്മുടെ ചപ്പാത്തി പറഞ്ഞ ബാക്കിയുണ്ട്. ഓൾമോസ്റ്റ് ഞാൻ 2 എണ്ണം കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യണത്. വിശന്ന് പോയി, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ചപ്പാത്തി ഉണ്ട്. ഈ ചപ്പാത്തി ഇങ്ങനെ റോൾ ചെയ്തിട്ട് കടിച്ചു തിന്നാം. ഒരുപാട് ഹാർഡല്ല ചപ്പാത്തി, സോഫ്റ്റാണ്, ആർക്കും കഴിക്കാം. പാകത്തിലുള്ള ചപ്പാത്തി, റെഡിമെയ്ഡ് ചപ്പാത്തിയാണ്. അൽ ഖലീജ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു കമ്പനീൻ്റെ ചപ്പാത്തിയാണ്, നല്ല ചപ്പാത്തിയാണ്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് തീരെ നിർവാഹമില്ലാത്ത സമയത്തൊക്കെ, നമ്മൾ ബുദ്ധിമുട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത്, സാമ്പത്തികമായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാം. ഇതൊക്കെയല്ലേ ഇതൊക്കെ കഴിക്കണമല്ലോ. നമ്മളെപ്പോഴും മന്തിയും ബിരിയാണിയും പൊറോട്ട ഇറച്ചിയൊക്കെ കഴിച്ചുകൊണ്ട് കാര്യമുണ്ടാകും. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് കൂടി അറിയണ്ടേ അല്ലേ? അതിനൊക്കെ വേണ്ടിയല്ലേ ഇതൊക്കെ ഉണ്ടാക്കണത്. ഇതും സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടി ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ബൈ.